ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,41,759 പരിശോധനകളാണ് നടന്നത്. മരണപ്പെട്ടത് 198 പേരാണ്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,33,034 പേരാണ്. ഇന്ന് 28,100 പേർ രോഗമുക്തരായി. രോഗവ്യാപന തോത് സംസ്ഥാനത്ത് കുറയുന്നുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ സംസ്ഥാനത്താകെ കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയാണ്. 20% മുകളിൽ തിരുവനന്തപുരവും പാലക്കാടും നിൽക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ശരാശരി 20% താഴെയാണ്. തിരുവനന്തപുരത്ത് 20.21, പാലക്കാട് 23.86. മലപ്പുറം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 17.25% കുറഞ്ഞു. മെയ് 21-ന് 28.75% മലപ്പുറത്തെ TPR. 23-ന് 31.53% ഉയർന്നിരുന്നു. അപ്പോൾ നല്ല കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മെയ് 30 മുതൽ മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒഴിവാക്കുകയാണ്. എന്നാൽ ലോക്ക്ഡൗൺ തുടരും. നിയന്ത്രണങ്ങൾ കർശനമായി ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, പൊതുവെ രോഗവ്യാപനം കുറയുന്നുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള ഘട്ടത്തിലേക്ക് നാം എത്തിയിട്ടില്ല. എല്ലാ ജില്ലകളിലും സംസ്ഥാനത്താകെ മെയ് 31 മുതൽ ജൂൺ 9 വരെ ലോക്ക്ഡൗൺ തുടരും. ലോക്ക്ഡൗൺ ഘട്ടത്തിൽ ചില ഇളവുകൾ നൽകും. അത് അത്യാവശ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും, കയറ്, കശുവണ്ടി മുതലായവ ഉൾപ്പെടെ ആവശ്യമായ മിനിമം ജീവനക്കാരെ ഉപയോഗിച്ച് തുറന്ന് പ്രവർത്തിക്കാം. പക്ഷേ ജീവനക്കാരുടെ എണ്ണം 50% കവിയാൻ പാടില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും നൽകുന്ന സ്ഥാപനങ്ങളും കടകളും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ 5 മണിവരെ തുറന്ന് പ്രവർത്തിക്കാം. അത് പാക്കേജിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും തുറക്കാം. ബാങ്കുകൾ നിലവിലുള്ള ദിവസങ്ങളിൽ തിങ്കൾ, ബുധൻ, വെള്ളി ആ ദിവസങ്ങൾ തന്നെയാണ് തുടരുക. പക്ഷേ സമയം വൈകുന്നേരം 5 മണിവരെയാക്കി ദീർഘിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ, വിവാഹാവശ്യത്തിനുള്ള ടെക്സ്റ്റൈല്, സ്വർണം, പാദരക്ഷ ഇവയുടെയൊക്കെ കടകൾ, ഇത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. കള്ള് ഷാപ്പുകളിൽ
കള്ള് പാഴ്സലായി നൽകാൻ അനുമതി നൽകും. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കുന്നത്. പാഴ്വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം അനുവദിക്കും, അത് മാറ്റുന്നതിന് വേണ്ടി. ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കം രോഗികൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷേ വ്യത്യസ്തമായ വില ഈ മരുന്നിന് ഈടാക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അത് വലിയ വില കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. വൃദ്ധസദനങ്ങളിലുള്ള മുഴുവൻ പേർക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആദിവാസി കോളനികളിലും 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ പരമാവധി പൂർത്തീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. കിടപ്പ് രോഗികളായവർ, അവർക്ക് വാക്സിൻ നൽകാൻ പ്രത്യേക ശ്രദ്ധ നൽകും. അതുപോലെ നവജാത ശിശുക്കൾക്ക് കോവിഡ് ബാധിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമായ ജാഗ്രത പാലിക്കും. വാക്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ വാക്സിൻ ജൂൺ ആദ്യവാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭിച്ചാൽ നമ്മുടെ വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കും. ജൂൺ 15-നകം പരമാവധി വാക്സിൻ കയ്യിലുള്ളത് നൽകി തീർക്കുന്ന നടപടിയാണ് സ്വീകരിക്കുക. ലോക്ക്ഡൗൺ കാരണം RD കളക്ഷൻ ഏജൻറ്റുമാർക്ക് പോസ്റ്റ് ഓഫീസിൽ കാശടക്കാൻ വിഷമം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ 2 ദിവസം ഇതിന് അനുമതി നൽകും. വ്യവസായശാലകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ KSRTC കൂടുതൽ വണ്ടികൾ ഓടിക്കും. നിയമന ഉത്തരവ് ലഭിച്ചവർ ഓഫീസുകൾ ജോയിൻ ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാരണം ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. അതിനാവശ്യമായ സൗകര്യം ചെയ്യും. ജോയിൻ ചെയ്യാൻ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് കഴിയാത്തവർക്ക് സമയം ദീർഘിപ്പിച്ച് നൽകും. പ്രവാസികൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈൽ ഫോണിൽ നൽകുമ്പോൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് മാത്രമാണ് OTP സന്ദേശം പോകുന്നതെന്ന പ്രശ്നമുണ്ട്. ഭൂരിഭാഗം പേരും മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധപ്പെടുത്തി കാണില്ല. അതുകൊണ്ട് നിലവിലുള്ള, അതായത് കയ്യിലുള്ള മൊബൈൽ നമ്പറിൽ OTP കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കും. 212 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 30% മുകളിലാണ് TPR. 17 സ്ഥാപനങ്ങളിൽ 50% മുകളിലും. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും. ഇടുക്കിയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ
ഇടുക്കി ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി. മലപ്പുറത്ത് 25 പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി കിച്ചണും ജനകീയ ഹോട്ടലും ഇല്ല എന്നത് ഗൗരവമാണ്. ഇവയൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണല്ലോ. അക്കാര്യത്തിൽ ഒരലംഭാവവും ഉണ്ടാകാൻ പാടില്ല. ഇവ നിലവിലില്ലാത്ത പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് അധികൃതരെ വിളിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം സ്ഥലങ്ങളിൽ ഇവയുണ്ടാക്കുന്നതിനാവശ്യമായ മുൻകൈ ബന്ധപ്പെട്ടവർ എടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2.5 ലക്ഷത്തിൽ താഴെ കൊണ്ടുവരിക എന്നതായിരുന്നു. ഇന്നലെയുള്ള കണക്കനുസരിച്ച് അത് ഏകദേശം 2,37,000 കുറക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രോഗികളുടെ എണ്ണം ഉയരാതെ സൂക്ഷിക്കാൻ ഇതുവഴി സാധിച്ചു. അതുകൊണ്ട് കോവിഡിൻ്റെ 2ാമത്തെ തരംഗം ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലും സൃഷ്ടിച്ച പ്രതിസന്ധി നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ എന്നിവയൊന്നും തികയാതെ പോകുന്ന സാഹചര്യം ഇവിടെ ഉടലെടുത്തില്ല. രോഗികളാകുന്നവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്ന സാഹചര്യം കേരളത്തിൽ നിലനിർത്താനായി. മെയ് 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.07%. മെയ് 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ അത് 21.35%. കോഴിക്കോട്, ഇടുക്കി, വയനാട് എന്നിവ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16%-നും മുകളിലാണ്. ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പാലക്കാട് ജില്ലയിലാണ്. അത് 23.9%. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.6%. മെയ് 23 മുതൽ 25 വരെയും 26 മുതൽ 28 വരെയുമുള്ള ശരാശരി TPR തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പാലക്കാട് ജില്ലയിൽ 1.22%-ൻ്റെയും കൊല്ലം ജില്ലയിൽ 0.38%-ൻ്റെയും വർധനവുണ്ടായതായി കാണാം. ഇവിടെ നാം ഉൾക്കൊള്ളേണ്ട കാര്യം, ലോക്ക്ഡൗൺ പിൻവലിക്കാവുന്ന ഘട്ടത്തിലേക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അൺലോക്കിൻ്റെ ആദ്യഘട്ടത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ
ആശുപത്രിയിലെ രോഗികളുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഇനിയും കുറവുണ്ടാവണം. ICU ബെഡുകളുടെ ഉപയോഗം 60% താഴെയാകണം. തുടർച്ചയായ 3 ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% താഴെയാകണം. എന്നാൽ നിലവിൽ സർക്കാർ ആശുപത്രികളിലെ ICU ബെഡുകളുടെ 70%-ലധികം ഉപയോഗത്തിലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാകട്ടെ 18%. അതോടൊപ്പം നിലവിൽ രോഗബാധിതരായ മൊത്തം ആളുകളുടെ എണ്ണത്തിലും പുതുതായി രോഗബാധിതരാകുന്നവരുടെ എണ്ണത്തിലും തുടർച്ചയായി 7 ദിവസം കുറവുണ്ടാവണം. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ലോക്ക്ഡൗൺ ഒഴിവാക്കിയതിന് ശേഷമുള്ള ആദ്യഘട്ട നിയന്ത്രണങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയല്ലാതെ ലോക്ക്ഡൗൺ ഒഴിവാക്കിയാൽ രോഗവ്യാപനം കൂടുതൽ ശക്തമാവും. മാത്രമല്ല, അത് നിയന്ത്രണാതീതമാവുകയും ചെയ്യും. ആരോഗ്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അധികമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ മരണസംഖ്യ ഒരുപാട് കൂടും. അത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്നത് തടയാനാണ് ലോക്ക്ഡൗൺ തുടരുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പൊതുസമൂഹത്തിൻ്റെ പരിപൂർണ പിന്തുണ ലോക്ക്ഡൗൺ വിജയകരമായി നടപ്പാക്കുന്നതിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. മഴക്കാലം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തികൾ അതിവേഗതയിൽ നടക്കേണ്ടതുണ്ട്. ജൂൺ 4, 5, 6 തീയതികളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തും. 4-ന് തൊഴിലിടങ്ങളിൽ, 5-ന് പൊതു ഇടങ്ങളിൽ, 6-ന് വീടും പരിസരവും. ഈ തരത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വകുപ്പുകളും ഇക്കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കും. കാലവർഷം തുടങ്ങുമ്പോൾ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. അത്തരം ക്യാമ്പുകളിൽ വൈറസ് ബാധയുള്ളവർ എത്തിയാൽ കൂടെയുള്ളവർക്കാകെ പകരുന്ന സ്ഥിതി വരും. അതൊഴിവാക്കാൻ റിലീഫ് ക്യാമ്പുകളിൽ ടെസ്റ്റിംഗ് ടീമിനെ നിയോഗിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. കിടപ്പ് രോഗികൾക്കെല്ലാം വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് കാണുന്നത്. കേരള കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ഉൽപ്പാദന മേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് ഇന്നലെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള
സാധ്യത ആരായാനായിരുന്നു വെബിനാർ. നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ലൈഫ് സയൻസ് പാർക്കിൻ്റെ സ്ഥലം ഉപയോഗിച്ച് വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വാക്സിൻ കമ്പനികൾക്ക് വലിയ താല്പര്യമുണ്ട്. ആ കാര്യം പരിഗണിക്കും. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് വാക്സിനേഷൻ നൽകാൻ ആരംഭിച്ചപ്പോൾ മെയ് 19 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം 32 വിഭാഗം ആളുകൾക്ക് മുൻഗണന നൽകിയിരുന്നു. മെയ് 24 പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം 11 പുതിയ വിഭാഗങ്ങൾ കൂടെ അതോടൊപ്പം ചേർത്തിരിക്കുന്നു. അതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനും പഠനത്തിനുമായി പോകേണ്ടവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനവും മറ്റുള്ളവരുടെ ജീവനോപാധികളും നഷ്ടപ്പെടാതിരിക്കാനാണ് അവർക്കുകൂടെ ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ മുൻപുണ്ടായ മാർഗനിർദ്ദേശമനുസരിച്ച് 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ രണ്ടാമത്തെ ഡോസ് വാക്സിൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വിദേശത്ത് പോകേണ്ട പലരും യാത്രകൾക്ക് തയ്യാറെടുത്തിരുന്നു. രണ്ടാമത്തെ ഡോസ് ലഭിക്കാനുള്ള സമയം 12 മുതൽ 16 ആഴ്ച ദീർഘിപ്പിച്ച് പുതിയ കേന്ദ്ര സർക്കാർ മാനദണ്ഡം അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. പല രാജ്യങ്ങളും വാക്സിനേഷന് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ കൂടെ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കോവിൻ പോർട്ടലിൽ അതിനുള്ള സംവിധാനം സജ്ജമല്ല. കോവാക്സിന് ഇതുവരെ WHO അംഗീകാരം നേടിയെടുത്തിട്ടില്ല. പല രാജ്യങ്ങളും കോവാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശനാനുമതി നൽകുന്നുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വേഗം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദേശത്ത് പോകേണ്ടവരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വാങ്ങിച്ച വാക്സിനുകൾ നൽകുമ്പോൾ അവരെ കൂടെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടെ അവർക്കാവശ്യമായ വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകുകയും ചെയ്തു. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായ വിസ, ജോലിയുടെയും പഠനാവശ്യങ്ങളുടെയും വിശദാംശങ്ങൾ എന്നിവയുമായി വേണം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഇളവിൻ്റെ ഭാഗമായി പല ദിവസങ്ങളിലായി പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാനാണ് അനുമതി നൽകുന്നത്. ഇങ്ങനെ തുറക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അവിടെ എത്തുന്നവരും
കർശനമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം. കുറേ ദിവസം അടഞ്ഞു കിടന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുൻപ് അത് പൂർണ്ണമായി ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കണം. സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ആളുകളെ അകത്ത് പ്രവേശിപ്പിക്കാവൂ. സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ധരിക്കുക മുതലായ മുൻകരുതലുകൾ കർശനമായി നടപ്പാക്കണം. ഈ നിർദ്ദേശങ്ങൾ ചിലരിപ്പോഴും കൃത്യമായി പാലിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവ പാലിക്കാത്ത കടയുടമകൾ, ഉപഭോക്താക്കൾ, അവർക്കെല്ലാമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരുന്ന് കടകൾക്ക് മുന്നിൽ യാതൊരു നിയന്ത്രണവും പാലിക്കാതെയാണ് ആൾക്കാർ കൂട്ടം കൂടുന്നത്. ഇത് കോവിഡ് നിയന്ത്രണങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇങ്ങനെ ജനം കൂട്ടുകൂടുന്നത് തടയാൻ പോലീസ് നടപടി സ്വീകരിക്കും. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർ, അവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും. അതിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 16,535 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5,412 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 41,76,700 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സഹായങ്ങൾ ഫെഡറൽ ബാങ്ക് 10,000 വാക്സിൻ കാരിയറുകൾ വാങ്ങി നൽകി. 92 ലക്ഷം രൂപയാണ് ബാങ്ക് ഇതിനായി ചെലവഴിച്ചത്. തിരുവനന്തപുരം സിറ്റി പോലീസ്, ജില്ലയിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കുടുംബാംഗങ്ങൾ 4 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറി. റാന്നി സെൻറ് തോമസ് ജ്ഞാനായ വലിയ പള്ളി 5 ലക്ഷം രൂപ വിലയുള്ള പോർട്ടബിൾ എക്സ്റേ മെഷീൻ സംഭാവന നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ തങ്ങളുടെ ബസ് മൊബൈൽ വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 6 മാസത്തേക്ക് വിട്ടു നൽകി. ഇരിട്ടി DYSP പ്രിൻസ് അബ്രഹാം ആജീവനാന്തം പ്രതിമാസം 2,000 രൂപ നൽകുമെന്ന് സമ്മതപത്രം കൈമാറി. കൊട്ടാരക്കര കില CHRD ജീവനക്കാരനായ S. കൃഷ്ണകുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ ശമ്പളത്തിൽ നിന്ന് 1,000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്
CITU തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ ചെലവിൽ ജലശുദ്ധീകരണ പ്ലാന്റ്, പൾസ് ഓക്സിമീറ്റർ, PPE കിറ്റ് എന്നിവ നൽകി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ശ്രീ ഗോകുലം ഗോപാലൻ 1 കോടി രൂപ, കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി 1 കോടി രൂപ, CSI ദക്ഷിണ കേരള മഹാ ഇടവക കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതിനോടൊപ്പം 30 ലക്ഷം രൂപ നൽകുന്നതിൻ്റെ ആദ്യ ഗഡുവായി 10 ലക്ഷം രൂപ. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ 3 കോടി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വാർഷിക ദിനത്തിൽ കമ്പനി നൽകാറുള്ള വാർഷിക സമ്മാനം വേണ്ടെന്ന് വെച്ച് ജീവനക്കാർ 1,62,00,000 രൂപ കൈമാറി. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ്റെ കേരള ഘടകം 20 ലക്ഷം രൂപ. കളമശ്ശേരി മുനിസിപ്പാലിറ്റി 25 ലക്ഷം. കോഴിക്കോട് സിറ്റിയിലെ കൺട്രോൾ റൂം, ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റുകളിലെ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു 15,19,534 രൂപ. ചേർത്തല ഓട്ടോ കാസ്റ്റിലെ ജീവനക്കാരുടെ വിഹിതമായി 15 ലക്ഷം. കണ്ണൂർ താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെയും അതിന് കീഴിൽ വരുന്ന വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെയും മാറ്റിവെച്ച ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു 13,55,071 രൂപ. പയ്യോളി സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. സിയാൽ മാനേജിംഗ് ഡയറക്ടർ VJ കുര്യൻ 2 ലക്ഷം. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. കേരളപ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതവും ചേർത്ത് 8,25,000. വാഴയൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 7,79,514. ഉഴമലക്കൽ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർമാരും ജീവനക്കാരും അടക്കം 7,70,000. നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് 7,41,018. കോറമ്പാടം സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി 6,58,912. കൂട്ടുമുഖം സർവീസ് സഹകരണ ബാങ്ക് 5,37,400. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ആദ്യ ഗഡു 5,36,920 രൂപ. നരിക്കുനി സർവീസ് സഹകരണ ബാങ്ക് 5,07,283. അഴിയൂർ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാരും സ്ഥാപനവും ചേർന്ന് 5 ലക്ഷം. മണിമല ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പ്രവാസി വ്യവസായി കാട്ടുപ്പരത്തി സുലൈമാൻ ഹാജി 1,11,111 രൂപ. കടയിരിപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപക വിഹിതം 4,61,380. ഇരിട്ടി DYSP ഓഫീസിലെയും ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെയും 40 പോലീസുകാർ ചേർന്ന് 3,65,129 രൂപ. എറണാകുളം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ 56 ജീവനക്കാർ മാറ്റിവെക്കപ്പെട്ട സാലറിയുടെ ഒന്നാം ഗഡു 3,55,379 രൂപ. UK സ്വാൻസിയിൽ നിന്നും ബിരിയാണി ചാലഞ്ചിലൂടെ 3,03,930 രൂപ. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും അധ്യാപകരും ലാബ് അസിസ്റ്റൻറ്റും
2,97,402. കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം 2,50,000. കോഴിക്കോട് ചിക്കിലോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും 2,16,232. സഹകരണ വകുപ്പ് തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് എന്നീ ഓഫീസുകളിലെ ജീവനക്കാർ 2,10,140 രൂപ. കേരള ഇറിഗേഷൻ ആൻഡ് പ്രോജക്റ്റ് വർക്കേഴ്സ് യൂണിയനിലെ SLR ജീവനക്കാർ 1,98,468 രൂപ. കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ DYSPയും ഉദ്യോഗസ്ഥരും 1,87,482 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടൂളി വെസ്റ്റ് യൂണിറ്റ് 1,77,000. പ്രവാസി സഖാക്കൾ മേപ്പാടി 1,63,400. പാലക്കാട് ജില്ലാ ബാങ്കിൽ നിന്നും ജനറൽ മാനേജരായി വിരമിച്ച ഗോപിനാഥ്, മകൾ ശ്രീന, ഭാര്യ ശാന്ത 1,25,000. CPIM വെള്ളൂർ LC 1,11,650. യുവഗായകരുടെ കൂട്ടായ്മ നാട്ടിൽ എവിടെയാ 1,08,639. ആയുർവേദ കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ അജിത് കുമാർ 1,00,000. റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ജോയിൻറ്റ് ഡയറക്ടർ ഇരിഞ്ഞാലക്കുട സ്വദേശി സോമൻ കടവത്ത് 1,00,000. പള്ളിച്ചൽ ശ്രീനിലയത്തിൽ SK ബാലയും കൃഷ്ണ ശ്രീജിത്തും 1,00,000. യുവജനതാദൾ S ചിറ്റൂർ നിയോജകമണ്ഡലം കമ്മിറ്റി 1,00,000. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ KS രവികുമാർ 1,00,000. കാഞ്ഞങ്ങാട് സൗത്ത് സ്വദേശി KD തോമസ് 1,00,000. കേരളത്തിലെ യൂട്യൂബർമാരുടെ രജിസ്റ്റേർഡ് സംഘടന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള 1,00,000. തിരുവനന്തപുരം സിറ്റി വെസ്റ്റ് ട്രസ്റ്റ് ലയൺസ് ക്ലബ്ബ് 1,00,000. തിരുവനന്തപുരം കല്ലറ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 77,290. R ശങ്കരനാരായണൻ തമ്പി ഫൗണ്ടേഷൻ 70,000. SFI പാനൂർ ഏരിയ കമ്മിറ്റി കരിയാട് തെയ്യത്താമ്പറമ്പ് സ്വദേശി ജാനകി അമ്മ നൽകിയ ആടിനെ ഓൺലൈൻ ലേലം നടത്തി സമാഹരിച്ച 55,352 രൂപ. മലയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രാമചന്ദ്രൻ 50,000 രൂപ. ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ദേവികുളം യൂണിറ്റ് 50,000. ബ്രണ്ണൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ P സാവിത്രി 50,000. എഴുത്തുകാരിയും കവയിത്രിയുമായ ജയഗീത മകളുടെ വിവാഹ ചടങ്ങുകൾ ലളിതമാക്കി 50,000. പത്തനംതിട്ട പമ്പ ഫെർട്ടിലൈസേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ മാത്യു K തൊമ്മൻ 50,000. NCP കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ഒറ്റപ്ലാക്കൽ 50,000. ഷാർജയിലെ പിയാനോ അധ്യാപകനായ നാസറും ഭാര്യ സമീറയും ചേർന്ന് 34,860 രൂപ. സാജി മോഹനൻ ജ്യോതി സുപ്രീം ടെക്സ്റ്റൈൽസ് നെന്മാറ 32,000. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം 25,800. മയിൽ സായി ഗീതിലെ റിട്ടയേർഡ് അധ്യാപിക ദമ്പതികളായ PK വേലായുധൻ KK ലളിതകുമാരി 25,000. റെസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണ്ടലൂർ 25,000. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിരമിച്ച SI മോഹനൻ മേനോക്കി 25,000. SBIയിൽ നിന്ന് വിരമിച്ച നാലാഞ്ചിറ മണ്ണഞ്ചാലിൽ ജോർജ് കുട്ടി ഡാനിയേൽ 25,000.
ആയിത്തര തണ്ടയാങ്കണ്ടിയിലെ റിട്ടയേർഡ് അധ്യാപിക രാധ കട്ടൻ 25,000. പാട്യത്തെ റിട്ടയേർഡ് അധ്യാപകൻ ഒറ്റപ്പുരക്കൽ രാഘവൻ മാസ്റ്റർ 25,000. മാലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കുഞ്ഞിമാത ടീച്ചർ 25,000. നെന്മാറ ചാത്തമംഗലം സഖാക്കൾ 21,000. ഡോക്ടർ മനോജ് കുമാർ നെന്മാറ 20,000. CPM മണ്ടലൂർ കാറാടി ബ്രാഞ്ച് 13,000. മീനങ്ങാടി നെല്ലിക്കണ്ടം ആദിവാസി കുറുമ കോളനിയിലെ 11 കുടുംബങ്ങൾ ചേർന്ന് 10,200. പായം വട്ടിയറയിലെ വടവതി നാണുവേട്ടൻ്റെ മരണാനന്തര ചടങ്ങിനായി മാറ്റിവെച്ച തുക 10,000. ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളുടേതായുള്ള സംഭാവനയും ധാരാളം ഉണ്ടാകുന്നുണ്ട്. പിറന്നാൾ ആഘോഷത്തിന് മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ കൊടുക്കുന്ന തുക, സമ്പാദ്യ കുടുക്കയിൽ കാലങ്ങളായി സൂക്ഷിച്ച തുക, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും സൈക്കിൾ വാങ്ങാനും സൂക്ഷിച്ച തുകയൊക്കെയാണ് ഇവർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത്. ഈ കുഞ്ഞുമക്കളുടെ കരുതലിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികളുടേതായി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ ഏതാനും സംഭാവനകൾ: മടവൂർ അദ്വൈതത്തിൽ ആദിത്യ S 15,000. സെൻറ്റ് തെരേസസ് LP സ്കൂൾ എറണാകുളം 2ാം ക്ലാസ് വിദ്യാർത്ഥി അഷർ ആൻ്റണി 15,000. അശ്വിൻ കൃഷ്ണ 3,300. കണ്ണൂർ സിറ്റിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുഹമ്മദ് ഷബാസും മുഹമ്മദ് ഷമ്മാസും 3,030 രൂപ. വെഞ്ഞാറമ്മൂട് കോട്ടുക്കുന്നം തീർത്ത ജോയി 3,000 രൂപ. താമരശ്ശേരി 6ാം ക്ലാസ് വിദ്യാർത്ഥി ജോസ് പോൾ പുസ്തകം വാങ്ങാൻ സ്വരൂപിച്ച 3,000. വെഞ്ഞാറമ്മൂട് കോട്ടക്കുന്നം തീർത്ത ജോയി 3,000 രൂപയാണ്. കൊട്ടാരക്കര ലിവിൻ നിവാസിൽ ക്രിഷ് ജോഷ ജോൺ 2,723. നാദാപുരം ഗവൺമെൻറ് UP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി നിയ S അനിൽ 2,670. പാലക്കാട് മാന്നനൂരിൽ നിന്നും 2ാം ക്ലാസ്സുകാരൻ കശ്യപ് 2,523. പയ്യന്നൂർ അഞ്ചനപ്പുഴയിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി നേത്ര കുട്ടൻ സഹോദരൻ നദാൽ കുട്ടൻ 2,140 രൂപ. പിലിക്കോട് മട്ലായി കോളനിയിലെ 3 വയസ്സുകാരി അലൈതമോൾ 2,000. എറണാകുളം ഉദിയമ്പേരൂർ ശ്രീനന്ദനത്തിൽ ഋഷികേശും ഹരിനന്ദും ചേർന്ന് 2,000. കോഴിക്കോട് വേളമ്പി പാർത്ഥീവ് 1,439. വയനാട് ഏച്ചോട സർവീസ് സർവോദയ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ജവർഷ 1,050. കുടുങ്ങപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി നിഷാൽ 1,000. നെന്മാറ BBM സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി അബിത് KS 1,001. തുമ്പോളി 4ാം ക്ലാസ്സുകാരൻ അനന്തുകൃഷ്ണ 749 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.